എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് നാടൻ പലഹാരമായ അവലൂസുണ്ട അല്ലെന്നുണ്ടെങ്കിൽ മാവുണ്ട, അരിയുണ്ട എന്നൊക്കെ പറയും. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാടൻ പലഹാരമാണ്. എത്ര നാൾ വേണമെങ്കിലും ഇത് കേടുകൂടാതെ ഇരിക്കും. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ബിൻസീസ് കിച്ചൺ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു അവലൂസുണ്ട നമുക്ക് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കി വെക്കുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ നമ്മളിവിടെ 1 കിലോ പച്ചരി എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് കഴുകിയിട്ട് ഒരു 4 മണിക്കൂർ കുതിർത്ത് വെക്കുക. അതിനുശേഷം ഇതുപോലെ ഒരു അരിപ്പയിലിട്ട് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് തോർത്തിയെടുക്കുക. അരിപ്പയിൽ ഇടുകയോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു കിച്ചൺ ടവലിൽ ഇതൊന്ന് നിരത്തി ഇടുകയോ ചെയ്യാം. അപ്പോൾ അതിൻ്റെ വെള്ളം ഒന്ന് നന്നായിട്ടൊന്ന് തോർന്ന് കിട്ടണം. അപ്പോൾ വെള്ളമൊക്കെ തോർന്ന് വന്നു കഴിഞ്ഞാൽ നമുക്കിത് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നമുക്ക് നന്നായിട്ട് പൊടിച്ചെടുക്കണം. അപ്പോൾ കുറേശ്ശെയായിട്ട് ഇതുപോലെ ചെറിയ ജാറിലിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം. പൊടിക്കുമ്പോൾ നമ്മൾ പുട്ടുപൊടിക്കൊക്കെ പൊടിക്കുന്ന ആ ഒരു പരുവത്തിൽ പൊടിച്ചെടുക്കുക. ഒരുപാട് അങ്ങ് നൈസും അല്ല, ഒരുപാട് അങ്ങ് തരിതരികളും അല്ല. ഇനി നമുക്ക് ഇത് പൊടിച്ചതിന് ശേഷം ഒരു അരിപ്പയിലൂടെ ഒന്ന് അരിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ പുട്ടിനൊക്കെ ഇടയുന്ന ആ ഒരു അരിപ്പയിൽ ഇടഞ്ഞെടുക്കുക. അപ്പോൾ നമ്മൾ അതിൻ്റെ അവസാനം വരുന്ന ചെറിയ ചെറിയ വലിയ പീസുകളുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് പൊടിക്കുമ്പോൾ കൂടെ ഇട്ട് പൊടിക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാം പൊടിച്ച് ഒന്ന് ഇടഞ്ഞെടുക്കുക. ഇപ്പോൾ നമ്മൾ മുഴുവൻ പച്ചരിയും ഇതുപോലെ പൊടിച്ച് ഇടഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചുകൂടെ ഒരു വലിയ പാത്രത്തിലേക്ക് ഇത് മാറ്റാം. ഇപ്പോൾ നാട്ടിലൊക്കെ ആണെങ്കിൽ നമ്മുടെ കയ്യിൽ ഉരുളിയൊക്കെ ഉണ്ടാകും. ആ ഉരുളിയിൽ നമുക്കിത് എടുക്കാം. അപ്പോൾ നന്നായിട്ട് വറുത്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ഈ ഒരു ഉണ്ട തയ്യാറാക്കുന്നത് ആദ്യം ഇത് അവലൂസ് പൊടി ആക്കിയതിന് ശേഷമാണ് നമ്മളിത് ഉണ്ടയാക്കി എടുക്കുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ ഈ ഒരു പാത്രമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാനത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ 1 മുറി തേങ്ങ. അപ്പോൾ ഞാനിവിടെ 2 കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മൈക്രോവേവ് ചെയ്ത് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ആ തേങ്ങയ്ക്കൊരു നനവ് വേണം. അപ്പോൾ നമ്മുടെ ഫ്രഷ് ആയിട്ടുള്ള തേങ്ങയാണെങ്കിൽ 1 തേങ്ങയുടെ തേങ്ങ വേണം. അപ്പോൾ ഇത് രണ്ടും കൂടി ഇട്ടിട്ട് 2 കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ആ ഒരു തേങ്ങയുടെ ആ ഒരു നനവിൽ ഈ ഒരു അരിപ്പൊടി നന്നായിട്ട് മിക്സ് ചെയ്ത് കിട്ടണം. നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ഒരുപാട് കൂടിപ്പോരുത്, 1/2 ടീസ്പൂൺ മതിയാകും. ഉപ്പ് കൂടെ ചേർത്തിട്ട് ഇത് വീണ്ടും നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിൽ നിങ്ങൾ വെള്ളമൊന്നും ചേർത്ത് മിക്സ് ചെയ്യരുത്. ഈ ഒരു തേങ്ങയുടെ നനവിൽ വേണം അത് മിക്സാക്കി എടുക്കാനായിട്ട്. ഇപ്പോൾ നമ്മളിത് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചെറിയ തീയിലിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ വറുത്തെടുക്കുമ്പോൾ ഇതുപോലെ അവലൂസ് പൊടി വറുക്കുന്ന പോലെ നന്നായിട്ട് വറുത്തെടുക്കുക. പിന്നെ എന്ത് വറുത്ത് കുറേ സമയം ആയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 3/4 മണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ എടുക്കും ഇത് വറുത്തെടുക്കാനായിട്ട് 1 കിലോ അരി. കുറച്ച് അളവിലാണ് നിങ്ങൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് വറുത്തെടുക്കാം. അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. വറുത്തെടുക്കുമ്പോൾ ഇതിൻ്റെ കളറ് ചെറുതായിട്ടൊരു ലൈറ്റ് യെല്ലോ കളറായിട്ട് മാറും. അതുപോലെ നമ്മളിത് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നല്ല കറുമുറായിരിക്കണം. ഒട്ടും തന്നെ പച്ച ചുവ പാടില്ല. നന്നായിട്ടിത് വറുത്തെടുക്കാം. അപ്പോൾ നമ്മുടെ അവലൂസ് പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ തന്നെ എടുക്കുകയാണെങ്കിൽ ഇത് അവലൂസ് പൊടിയാണ്. ഇതിൽ പഞ്ചസാര ഇടുകയാണെങ്കിൽ അവലൂസ് പൊടിയാകും. അങ്ങനെ നിങ്ങൾക്ക് എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ ഉണ്ടാക്കിയും വെക്കാം. അപ്പോൾ ഈ ഒരു അവലൂസ് പൊടി നന്നായിട്ട് തണുത്തതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒന്നുകൂടെ ഒന്ന് പൊടിച്ചെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഉണ്ട പിടിക്കുമ്പോൾ ഇതിൽ കുറച്ച് ഉണ്ടകളായിട്ട് കിടപ്പുണ്ട്. അത് നമുക്ക് കടിക്കാൻ കിട്ടും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മളിതുപോലെ മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ എല്ലാം ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ നമ്മളെല്ലാം ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു അവലൂസ് പൊടി എങ്ങനെയാണ് അവലൂസ് ഉണ്ടാക്കി എടുക്കുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് 2 രീതിയിൽ ഈ ഒരു ഉണ്ട തയ്യാറാക്കാം. പഞ്ചസാര വെച്ചിട്ടും ചെയ്യാം, ശർക്കര വെച്ചിട്ടും ചെയ്യാം. എൻ്റെ കയ്യിൽ ഇവിടെ ലോക്ക്ഡൗൺ ഒക്കെ ആയ കാരണം ശർക്കര കിട്ടാനില്ലായിരുന്നു. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ശർക്കര വെച്ചേ ചെയ്യൂ. അപ്പോൾ നമുക്ക് ഇതിലേക്കൊരു 1/2 കിലോ പഞ്ചസാരയോളം വേണ്ടി വരും 1 കിലോ പച്ചരിക്ക്. 1/2 കിലോ തന്നെ ചേർക്കണമെന്നില്ല, അതിൽ കുറവും ചേർക്കാവുന്നതാണ്. ഇതിലേക്ക് ഞാനൊരു 1.5 മുതൽ 2 കപ്പ് വരെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പഞ്ചസാര നന്നായിട്ട് തിളച്ചതിന് ശേഷം ഇനി 1 നൂൽ പരുവം ആകണം. 1 നൂൽ പരുവം എന്ന് പറയുമ്പോൾ 1 സ്ട്രിങ് കൺസിസ്റ്റൻസിയാണ്. നമ്മൾ 2 വിരൽ വെച്ചിട്ട് ഇങ്ങനെ ചെയ്ത് നോക്കുമ്പോൾ ഇതുപോലെ ഒരു നൂലിൻ്റെ കനത്തിൽ ഇങ്ങനെ വരണം. അപ്പോൾ ഇത് കറക്റ്റായിട്ട് 1 നൂൽ പരുവം ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു 3-4 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യോ ബട്ടറോ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നല്ലൊരു ഫ്ലേവറാണ് ഈ ഒരു അവലൂസ് ഉണ്ടയ്ക്ക്. അതിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ ചുക്ക് പൊടിച്ചതും അതുപോലെ തന്നെ 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കാം.
അപ്പോൾ ചുക്ക് പൊടിച്ചത് 1 ടീസ്പൂൺ മുതൽ 1.5 ടീസ്പൂൺ വരെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും. അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ശർക്കരയാണെങ്കിലും ഇതേ അളവ് തന്നെയാണ്. 1 കിലോ അരിക്ക് 1/2 കിലോ ശർക്കര, അതുപോലെ തന്നെ വെള്ളം സെയിം അളവ് തന്നെ. ഇതുപോലെ ഒരു നൂൽപ്പരുവം ആകുന്നവരെ ചെയ്തെടുക്കുക. ഇപ്പോൾ ഇനി നമുക്ക് നേരത്തെ പൊടിച്ചു വെച്ചിരിക്കുന്ന ആ ഒരു അവലൂസ് പൊടി അതിലേക്ക് കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇളക്കിയെടുക്കാം. കുറേശ്ശായിട്ട് ഇട്ട് കൊടുത്തിട്ട് ചെയ്യുക. എല്ലാം കൂടെ ഒരുമിച്ചിടുകയാണെങ്കിൽ ചിലപ്പം നമുക്ക് ഇതിൻ്റെ വെള്ളം പോരാതെ വരും. അപ്പോൾ ആ ഒരു കേസിൽ നിങ്ങൾ കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് നോക്കുക. നമുക്കിത് ഒരു ഉണ്ട പിടിക്കാൻ ഉള്ള പരുവത്തിന് നമ്മളിത് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ തീ ഓഫ് ചെയ്തിട്ടാണ് ഈ ഒരു ഇളക്കൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു നൂൽപ്പരുവം ആയിക്കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്യുക. ഇപ്പോൾ ഇതുപോലെ ആയി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് ഒരുപാട് ചൂടാറുന്നതിന് മുന്നേ തന്നെ നമ്മളിത് ഉരുട്ടിയെടുക്കണം. അപ്പോഴാണ് കറക്റ്റായിട്ട് ഉരുട്ടാൻ പറ്റുക. ഇപ്പോൾ ഇതുപോലെ നമ്മൾ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഉരുട്ടിയെടുക്കാം. അപ്പോൾ നമ്മൾ കുറച്ച് അവലൂസ് പൊടി ഒന്ന് മാറ്റി വെക്കണം. കാരണം അത് ഈ ഒരു ഉണ്ട പിടിച്ചിട്ട് നമ്മൾ ആ ഒരു അവലൂസ് പൊടിയിൽ മുക്കിയിട്ടാണ് വീണ്ടും റോൾ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ നല്ല ബലം പ്രയോഗിച്ചിട്ട് തന്നെ ഉരുളകളാക്കാം. ചെറിയ ചൂടോടെ തന്നെ ഉരുളകളാക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇത് ഉരുട്ടാനായിട്ട് നമുക്ക് ചെല്ലുമ്പോഴത്തേക്ക് അത് കട്ടിയായി പോകും. അപ്പം ഉരുട്ടാൻ പറ്റുന്ന ചൂടിൽ നമ്മൾ ഉരുട്ടുക. അപ്പോൾ ഇതുപോലെ തന്നെ ഇതിൽ മുക്കിയിട്ട് എല്ലാം ഉരുളകളാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ അവലൂസ് ഉണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ ഉരുട്ടിയ ഉടനെ തന്നെ എടുത്ത് നോക്കുമ്പോൾ കുറച്ച് സോഫ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇതുപോലെ സോഫ്റ്റാണ്. പക്ഷേ ഇത് കുറച്ചുകൂടെ കഴിയുമ്പോൾ ഇത് നല്ല ഹാർഡാകും. അപ്പോൾ ഇതുപോലെ നല്ലൊരു സൗണ്ട് കേൾക്കാം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള അവലൂസ് ഉണ്ട അല്ലാന്നുണ്ടെങ്കിൽ മാവുണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. അത് നന്നായിട്ട് തണുത്തതിന് ശേഷം എയർ ടൈറ്റ് ആയിട്ടുള്ള കുപ്പികളിൽ അടച്ച് സൂക്ഷിക്കാവുന്നതാണ്. കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്